ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് കാണാൻ പോകുന്നത്. ജോമെട്രിക്കൽ ഐസോമെറിസത്തിന് നമ്മൾ സിസ് ട്രാൻസ് ഐസോമെറിസം എന്നും പറയാറുണ്ട്. നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. സോ നമ്മൾ ഇതൊരു കോമ്പൗണ്ട്, ഇത് 2 ബ്യൂട്ടീനാണ്. 1 2 3 4 4 കാർബൺ ഉണ്ട്. സോ ബ്യൂട്ടാണ്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈനാണ്. 1 2 സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ 2 ബ്യൂട്ടീൻ. 2 ബ്യൂട്ടീൻ, ഇത് സിസ് 2 ബ്യൂട്ടീനാണ്. കാരണം ഇവിടെ രണ്ട് ഗ്രൂപ്പ് സിമിലർ ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്സ് ഒരേ സൈഡിലേക്കാണ് നിൽക്കുന്നത്. രണ്ട് ഹൈഡ്രജൻ ഒരേ സൈഡിലേക്ക്, രണ്ട് മീഥാൽ ഗ്രൂപ്പും ഒരേ സൈഡിലേക്ക്. സോ ദിസ് ഇസ് സിസ് 2 ബ്യൂട്ടീൻ. ദിസ് ഇസ് ട്രാൻസ് 2 ബ്യൂട്ടീൻ. ഇവിടെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. എച്ച് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക്, മീഥാൽ ഗ്രൂപ്പ്സ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക്. സോ ഇങ്ങനെ വരുന്നതാണ് സിസ് ട്രാൻസ് ഐസോമെറിസം എന്ന് പറയുന്നത്. സോ 2 ബ്യൂട്ടീൻ തന്നെ സിസ് 2 ബ്യൂട്ടീനും ട്രാൻസ് 2 ബ്യൂട്ടീനും അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ അറേഞ്ച്മെൻറ്റ് എബൌട്ട് ദ ഡബിൾ ബോണ്ട് ഇസ് ഡിഫറൻറ്റ്. അതാണ് ജോമെട്രിക്കൽ ഐസോമെറിസം. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ജോമെട്രിക്കൽ ഐസോമെറിസം ഇസ് ദ ഐസോമെറിസം ഡ്യൂ ടു ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറൗണ്ട് എ റിജിഡ് പാർട്ട് ഓഫ് എ മോളിക്യൂൾ ലൈക്ക് ഡബിൾ ബോണ്ട്. ഓക്കെ, ഒരു റിജിഡ് പാർട്ട് ഓഫ് ദ മോളിക്യൂളിന് ചുറ്റും ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസം, അതുകൊണ്ടാണ് ഈ ഐസോമെറിസം ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ടാണ്, റിജിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റുമായിട്ട് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സിനെ അറേഞ്ച് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എറൈസ് ചെയ്യുന്നത്. So geometrical isomerism arises due to the restricted rotation about a double bond. ഡബിൾ ബോണ്ടിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡബിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. സോ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഓഫ് ഡബിൾ ബോണ്ടാണ് ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വരുന്നതെന്ന് പറയാം. സോ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു കാർബൺ, അടുത്ത കാർബണായിട്ട് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകും, പിന്നെ ഒരു പൈ ബോണ്ട് വരും. ഒരു ഡബിൾ ബോണ്ടിനകത്ത് ഒരു ബോണ്ട് സിഗ്മ ബോണ്ടായിരിക്കും, അടുത്ത ബോണ്ട് പൈ ബോണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സി ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷനാണ് അല്ലേ. സോ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും അടുത്ത കാർബണിലെ അടുത്ത sp2 ഹൈബ്രിഡ് ഓർബിറ്റലും കൂടെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വരുമ്പോഴാണ് നമുക്ക് സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത് അല്ലേ. ഇനി പൈ ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ കാർബൺ ആറ്റത്തിലെ ഒരു പി ഓർബിറ്റലും അടുത്ത കാർബൺ ആറ്റത്തിലെ പി ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൈ ബോണ്ട് ഉണ്ടാകുന്നത്. അത് ലാറ്ററൽ ഓവർലാപ്പിങ്ങും ആയിരിക്കും അല്ലേ. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ സൈഡ് വൈസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഇനി ഇത് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ ഈ സിഗ്മ ബോണ്ട് കിടക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ പൈ ബോണ്ട് വരിക. സപ്പോസ് നമ്മുടെ കോമ്പൗണ്ട് നമ്മുടെ ഈ പ്ലെയിനിലാണ്, സിഗ്മ ബോണ്ട് നമ്മുടെ ഈ പ്ലെയിനിലാണെങ്കിൽ പൈ ബോണ്ട്സ് മുകളിലും താഴെയായിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, അതായത് പി ഓർബിറ്റൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക, അടുത്ത പി ഓർബിറ്റൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ ഓവർലാപ്പ് വരുന്നത് പ്ലെയിനിന് മുകളിലും പ്ലെയിനിൽ താഴെയായിരിക്കും ഓവർലാപ്പ് ഉണ്ടാവുക. ക്ലിയർ ആയോ? സോ സിഗ്മ ബോണ്ട് പ്ലെയിനിലാണെങ്കിൽ പൈ ബോണ്ട് എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എബവ് ദ പ്ലെയിൻ ആയിരിക്കും, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ ഈ പൈ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു കാർബണും അടുത്ത കാർബണും നമ്മൾ വരെ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ദിസ് ഇസ് എ സിഗ്മ ബോണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് ഒരു കാർബൺ ഉണ്ട്, മറ്റേ അറ്റത്ത് വേറൊരു കാർബൺ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ബോണ്ട് ഒരു കാർബണിനെ അനക്കാതെ നിർത്തിക്കൊണ്ട് മറ്റേത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാർബൺ അനക്കാതെ നിർത്തുക, മറ്റേ പോർഷൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും സിംഗിൾ ബോണ്ട് ആകുമ്പോഴേക്കും. പക്ഷേ ഡബിൾ ബോണ്ട് ആകുമ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡബിൾ ബോണ്ടിൽ മുകളിലും താഴെയായിട്ട് പൈ ബോണ്ട് ഓവർലാപ്പ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ഈ സിംഗിൾ ബോണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, സിംഗിൾ ബോണ്ടിൻ്റെ മുകളിലും താഴെയായിട്ട് പൈ ബോണ്ട് ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ ആ പൈ ബോണ്ട് പൊട്ടിച്ചാലേ നമുക്ക് ഒരു കാർബൺ ആറ്റത്തിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ കാർബൺ ആറ്റത്തിനെ ഇങ്ങനെ കറക്കണമെങ്കിൽ, ഈ രണ്ട് ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ പൈ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. രണ്ട് ബോണ്ടല്ല, ഒരു ബോണ്ടാണത്. ഈ പൈ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ഇയാളെ അനക്കാതെ നിർത്തിയിട്ട് ഇയാളെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പൈ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യണം, എന്നാലേ ഇങ്ങനെ കറക്കാൻ പറ്റുള്ളൂ അല്ലേ.
സോ ദെയർ ഈസ് എ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദാറ്റ് പൈ ബോണ്ട്. അങ്ങനെയാണ് ഈ ഡബിൾ ബോണ്ട് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഐസോമറിസം ഡ്യൂ ടു ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറൗണ്ട് എ ഡബിൾ ബോണ്ട്, അതാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ ഒരു മോളിക്യൂളിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്നാണ് പറയുന്നത്. കണ്ടീഷൻസ് ഫോർ എ മോളിക്യൂൾ ടു ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ഫസ്റ്റ് പോയിന്റ് വേണ്ടത് ഒരു ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റംസ് ഉണ്ടാവില്ല. ഡബിൾ ബോണ്ടിന് അപ്പുറം ഇപ്പുറയും 2 കാർബൺ ആറ്റംസ് ഉണ്ട്. ആ 2 കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം ഷുഡ് ബി ഡിഫറൻ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയും. അതായത് ഒരു കാർബൺ ആറ്റത്തിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാകും, രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മളിവിടെ ഒരു പ്രൊപ്പീൻ കാണിച്ചിരിക്കുകയാണ്. 1 2 3. സോ ദിസ് 3 കാർബൺ പ്രൊപ്പാണ്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് പ്രൊപ്പീൻ നോക്കിക്കേ. ഈ കാർബണിൽ ഒരു ഗ്രൂപ്പ് CH3, അടുത്ത ഗ്രൂപ്പ് H. ഈ കാർബണിൽ 2 ഗ്രൂപ്പ്സും H ആണ്. ഓക്കെ, ഈ ഒരു മോളിക്യൂൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല, കാരണം ഈ കാർബണിൽ 2 ഗ്രൂപ്പും H തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ ഇതിനെ സിസ്സായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. 2 ഹൈഡ്രജൻ ഒരു സൈഡിലല്ലേ. ഇതിൻ്റെ ട്രാൻസ് വരച്ചാലോ സെയിം മോളിക്യൂൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക, ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, സോ അവിടെ സിസ് ട്രാൻസ് ഐസോമറിസം ഇല്ല. സോ നമ്മുടെ ഈ കാർബണിലെ 2 ഗ്രൂപ്പ്, കാർബണിൽ വരുന്ന 2 സബ്സ്റ്റിറ്റ്യൂവൻസും ഡിഫറൻ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ മോളിക്യൂൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. അങ്ങനെ 2 കാർബൺ ആറ്റവും അവരിലുള്ള ഡിഫറൻ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരണം, എന്നാലേ നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 കണ്ടീഷൻസാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ വേണ്ടി വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഡിറ്റർമിനേഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് സിസ് ഐസോമർ ആണോ ട്രാൻസ് ഐസോമർ ആണോ എന്ന് പറയുക. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഈ സിസ് ഐസോമറിൻ്റെയും ട്രാൻസ് ഐസോമറിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി വളരെ ഡിഫറെൻ്റ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, ഡൈപോൾ മൊമെൻറ്റ്, സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു കോമ്പൗണ്ട് കണ്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. ഇവിടെ ക്ലോറിൻ, ഹൈഡ്രജൻ ക്ലോറിൻ, ദിസ് ഇസ് എ ട്രാൻസ് ഐസോമർ അല്ലേ. നിങ്ങൾക്ക് ഈ ഡൈപോൾ മൊമെൻറ്റ് വരയ്ക്കാൻ അറിയാമല്ലോ. കാർബൺ ക്ലോറിൻ ബോണ്ടിന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട് അല്ലേ. ക്ലോറിൻ ഇലക്ട്രോണെഗറ്റീവ് ആണ് ദാൻ കാർബൺ. സോ ഈ ബോണ്ടിലെ ഇലക്ട്രോൺ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു ക്ലോറിൻ. അതുകൊണ്ടാണ് നമ്മൾ ആരോ ക്ലോറിനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റഡ് ആണ്. സോ പോളാർ ബോണ്ടാണത്. അതുപോലെ തന്നെ ഇവിടെയും കാർബണിൽ നിന്നും ക്ലോറിനിലേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റഡ് ആണ്, ബിക്കോസ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോണെഗറ്റീവ്. പക്ഷേ കാർബൺ ഹൈഡ്രജൻ ആ പൊളാരിറ്റി ഇല്ല, കാര്യം ഇവരുടെ ഇലക്ട്രോണെഗറ്റിവ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഷിഫ്റ്റ് ചെയ്യാനൊന്നുമില്ല. സോ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു CCl ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അടുത്ത CCl ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നെറ്റ് വരുമ്പോൾ 0 ആയി പോകും ട്രാൻസിന്. പക്ഷേ സിസ് കോമ്പൗണ്ട് അങ്ങനെയല്ല. സിസ് കോമ്പൗണ്ട് ഓപ്പോസിറ്റ് അല്ലേ, ഓൾമോസ്റ്റ് സെയിം ഡയറക്ഷനിലേക്കാണ്. സെയിം ഡയറക്ഷൻ അല്ല, ആംഗിൾ മാറ്റം ഉണ്ടെങ്കിലും കറക്റ്റ് പക്ക ഓപ്പോസിറ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്കിവിടെ 0 ആയി പോകത്തില്ല, ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും സിസ് കോമ്പൗണ്ടിന്. സോ സിസ് കോമ്പൗണ്ട് ഇസ് മോർ പോളാർ ദാൻ ട്രാൻസ് കോമ്പൗണ്ട്, കാരണം ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട് സിസ് കോമ്പൗണ്ടിന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മോളിക്യൂളിൻ്റെ സിസ് ഐസോമർ ആയിരിക്കും ട്രാൻസ് ഐസോമറിനേക്കാളും കൂടുതൽ പോളാർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത്. ട്രാൻസ് ഐസോമറിന് ഓൾമോസ്റ്റ് 0 ആയിരിക്കും ഡൈപോൾ മൊമെൻറ്റ്. ഈ ഡൈപോൾ മൊമെൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പൊളാരിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബോയിലിംഗ് പോയിൻ്റ് ഇസ് റിലേറ്റഡ് ടു പൊളാരിറ്റി അല്ലേ. കൂടുതൽ പോളാർ മോളിക്യൂൾ ആവുകയാണെങ്കിൽ നമുക്കറിയാം ബോയിലിംഗ് പോയിൻ്റ് കൂടും, കാര്യം അവർക്ക് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും മോളിക്യൂൾസിനിടയ്ക്ക്. സോ നമ്മൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് വേപ്പറായിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചു ക്ലാസ്സിലെ മുതലേ പഠിക്കുന്നതാണ് പൊളാരിറ്റി കൂടുതലുള്ള കോമ്പൗണ്ട്സിന് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിസ് കോമ്പൗണ്ട് ആയിരിക്കും ട്രാൻസ് കോമ്പൗണ്ടിനേക്കാളും ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലുള്ള ആൾ. ഇവിടെ സിസ് കോമ്പൗണ്ടാണ് മോർ പോളാർ. സോ സിസ് കോമ്പൗണ്ടിന് ട്രാൻസ് കോമ്പൗണ്ടിനേക്കാളും ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡൈപോൾ മൊമെൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒരുമിച്ച് ചേർത്തിട്ട് പഠിക്കുക. ഇനി
മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ കേസ് നോക്കാം. നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് തന്നെ നോക്കാം. നമ്മളിത് മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ. സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ ഇവർ എന്തുമാത്രം ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് പറയുക. ഓക്കെ, നമ്മൾ സിസ് കോമ്പൗണ്ട് നോക്കി. സിസ് കോമ്പൗണ്ടിൽ ഈ ബൾക്കി ഗ്രൂപ്പ്സ് ഒരേ സൈഡിൽ വരുന്നു. അപ്പം ഇവരിന് അടുത്ത മോളിക്യൂൾ ഇവിടെ വന്ന് പാക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ടേ പാക്ക് ചെയ്യാൻ പറ്റൂ. കാര്യം ഇവർക്ക് ഇച്ചിരി സൈസ് ഉണ്ട് ഈ രണ്ട് ഗ്രൂപ്പിനും. അടുത്ത മോളിക്യൂളിന് ഇവിടെ വന്ന് പാക്ക് ചെയ്യുമ്പം ഒരല്പം ലൂസായിട്ടേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ട്രാൻസിൽ അങ്ങനെയല്ല. ട്രാൻസിൽ കണ്ടോ, ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അടുത്ത ക്ലോറിന് ഇവിടെ വരാം, അടുത്ത ക്ലോറിന് ഇവിടെ, അടുത്ത ഹൈഡ്രജൻ ഇവിടെയും വരുവാണെങ്കിൽ ഈസി ആയിട്ട് പാക്ക് ചെയ്ത് പോകാൻ പറ്റും ട്രാൻസ് കോമ്പൗണ്ട്. സോ ട്രാൻസ് കോമ്പൗണ്ട്സ് ആർ മോർ ക്ലോസ്ലി പാക്ഡ് ദാൻ സിസ് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ക്ലോസ് പാക്കിംഗ് കൂടുമ്പോഴേക്കും മെൽറ്റിംഗ് പോയിൻറ്റും കൂടും. നല്ലപോലെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്യപ്പെടുന്നത് ക്രിസ്റ്റൽ ലാറ്റിസിൽ. സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നല്ല ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ആ ക്ലോസ് പാക്കിംഗ് ബ്രേക്ക് ചെയ്താലേ ഇവർ ലിക്വിഡായിട്ട് മാറുള്ളൂ. ഓക്കെ, സോ ട്രാൻസ് വിൽ ബി മോർ ക്ലോസ് പാക്ഡ് ദാൻ സിസ്. അതുകൊണ്ട് തന്നെ ട്രാൻസിനായിരിക്കും മെൽറ്റിംഗ് പോയിൻറ്റ് സിസിനേക്കാളും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഇനി സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ്. സിസ്സിൻ്റെ സ്റ്റെബിലിറ്റി നോക്കൂ. സിസ്സിലുള്ള പ്രശ്നം ഈ ബൾക്കി ഗ്രൂപ്പ്സ് രണ്ടും ഒരേ സൈഡിൽ വരുമ്പം ഇവർക്ക് തമ്മിലൊരു റിപ്പൾഷൻ വരും. ഓക്കെ, അതുകൊണ്ട് ഇത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ട്രാൻസിൽ പക്ഷേ ആ പ്രശ്നമില്ല. ട്രാൻസിൽ ഇതൊരു ബൾക്കി ഗ്രൂപ്പാണ്, ഇതൊരു അത്ര ബൾക്കില്ലാത്ത ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവർക്കിടയ്ക്ക് അത്ര വാൻ ഡെർ വാൾസ് റിപ്പൾഷൻ വരത്തില്ല. വാൻ ഡെർ വാൾസ് റിപ്പൾഷൻ ഉണ്ടാവും. ഇവിടെയും ഒരു വലിയ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ വാൻ ഡെർ വാൾസ് റിപ്പൾഷൻ വരാം. പക്ഷേ സിസ്സിലുള്ളതിനേക്കാളും എന്തുകൊണ്ടും കുറവായിരിക്കും ട്രാൻസിൻ്റെ വാൻ ഡെർ വാൾസ് റിപ്പൾഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ട്രാൻസാണ്. ഓക്കെ, സോ മെൽറ്റിംഗ് പോയിൻറ്റും സ്റ്റെബിലിറ്റിയും ട്രാൻസിനാണ് കൂടുതൽ. ഡൈപോൾ മൊമെൻറ്റും ബോയിലിംഗ് പോയിൻറ്റും സിസ്സിനാണ് കൂടുതൽ. സോ നമുക്ക് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് വഴി നമുക്ക് സിസ്സാണോ ട്രാൻസാണോ എന്ന് ഏകദേശം മനസ്സിലാവും നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചില കോമ്പൗണ്ട്സിൻ്റെ ഐസോമേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി സ്പെസിഫിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു രണ്ട് കോമ്പൗണ്ട്സാണ് മലീക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ് എന്ന് പറയുന്നത്. സോ മലീക് ആസിഡ് നോക്കിക്കേ, COOH COOH HH. ഇവിടെ COOH COOH HH. സിസ് ആയിട്ടുള്ള കോമ്പൗണ്ട് നമ്മൾ മലീക് ആസിഡ് എന്ന് പറയും. ട്രാൻസ് ആയിട്ടുള്ള കോമ്പൗണ്ടിന് നമ്മൾ ഫ്യൂമാരിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, സോ മലീക് ആസിഡ് എടുത്തിട്ട് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുണ്ടോ, രണ്ട് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ, COOH COOH. ഇതിന്നൊരു വാട്ടർ മോളിക്യൂൾ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OHും കൂടെ ചേർന്നൊരു വാട്ടർ മോളിക്യൂൾ പോകും. ഓക്കെ, ബാക്കി എന്തുണ്ട്, COO. ഇതൊരു റിങ് ആകും, കണ്ടോ, COO. നമ്മൾ ആസിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പോയിട്ട് അൺഹൈഡ്രേറ്റ് ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടില്ലേ? സോ ഇവിടെ നമുക്ക് മലീക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുന്നത്. ഇവിടെ COO. ഇവിടുത്തെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് മലീക് അൺഹൈഡ്രേറ്റ് കിട്ടും. ഓക്കെ, ഇതേ റിയാക്ഷൻ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ഫ്യൂമാരിക് ആസിഡിന് ഹീറ്റ് ചെയ്താൽ നമുക്ക് നോ റിയാക്ഷനാണ്. എന്തുകൊണ്ടാണ്? രണ്ട് COOH ഗ്രൂപ്പും രണ്ട് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഒരേ സൈഡിൽ വന്നാൽ മാത്രമേ അവർക്കിവിടെ ഒരു റിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും രണ്ട് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊന്നും റിങ് ഉണ്ടാക്കാൻ പറ്റില്ല, ദൂരം കൂടുതലാണ്. ഓക്കെ, സോ ഫ്യൂമാരിക് ആസിഡ് 100 ഡിഗ്രി സെൽഷ്യസിൽ അൺഹൈഡ്രേറ്റ് ഒന്നും തരത്തില്ല. സോ ഇതൊരു ഡിസ്റ്റിങ്ഷനാണ്, റിയാക്ഷൻ അല്ലേ. ഒരു ഐസോമർ എടുത്തിട്ട് 100 ഡിഗ്രി ഹീറ്റ് ചെയ്യുമ്പോൾ അൺഹൈഡ്രേറ്റ് കിട്ടിയാൽ അത് മലീക് ആസിഡാണ്, കിട്ടിയില്ലെങ്കിൽ അത് ഫ്യൂമാരിക് ആസിഡാണ്. ഇനി നമ്മൾ ഈ ഫ്യൂമാരിക് ആസിഡിനെ 240 ഡിഗ്രി വരെ കൂട്ടി ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. നല്ല ഹൈ എനർജി കിട്ടുകയാണ്. ടെമ്പറേച്ചർ ഇസ് ദ എനർജി അല്ലേ. സോ എനർജി കിട്ടുമ്പോൾ ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ബോണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിപ്പം ദിസ് ഇസ് ഫ്യൂമാരിക് ആസിഡ്. 240 ഡിഗ്രി എത്തുമ്പോഴേക്കും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് റൊട്ടേറ്റ് ചെയ്ത് അത് മലീക് ആസിഡായിട്ട് മാറി. കണ്ടോ, ഇവിടെ ഇത് സിസ്സായി മാറി. ഇവിടെ റിലേഷൻഷിപ്പ് സിസ്സായിട്ട് മാറും. സിസ് കോമ്പൗണ്ടായിട്ട് മാറി മലീക് ആസിഡായിട്ട് മാറിയിട്ട് പിന്നെ അത് അൺഹൈഡ്രേറ്റ് തരും. സോ ഫ്യൂമാരിക് ആസിഡ് അൺഹൈഡ്രേറ്റ് തരും അറ്റ് 240 ഡിഗ്രി സെൽഷ്യസ്. അത് ആദ്യം മലീക് ആസിഡ് ആകും, എന്നിട്ട് നമുക്ക് മലീക് അൺഹൈഡ്രേറ്റ് ആണ് കിട്ടുക. ഫ്യൂമാരിക് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഇല്ല. മലീക് അൺഹൈഡ്രേറ്റ് ആണ് നമുക്ക് കിട്ടുക അറ്റ് 240 ഡിഗ്രി സെൽഷ്യസ്. സോ നമുക്ക് ഈ റിയാക്ഷൻ ഈ ഐസോമേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്.
അങ്ങനെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ടും കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ടും നമുക്ക് ഐസോമേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും. ഇതാണ് ജനറൽ നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി നമുക്കൊരു പ്രത്യേക തരമല്ല, ജോമെട്രിക്കൽ ഐസോമേഴ്സം ഇൻ ഓക്സൈംസ് പഠിക്കാനുണ്ട്. ഓക്സൈം എന്നുള്ള കോമ്പൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്സൈം നമ്മൾ ആൽഡിഹൈഡും RCOH, അതാണ് ആൽഡിഹൈഡ്. RCOH ആൽഡിഹൈഡ് ജനറൽ ഫോർമുല. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അമീൻ ഗ്രൂപ്പും കൂടെ വന്നാൽ അത് ഹൈഡ്രോക്സിലമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ആൽഡിഹൈഡും ഹൈഡ്രോക്സിലമീനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ H2ഉം ഈ Oയും കൂടെ ഒരു വാട്ടർ പോകും. നമുക്കുണ്ടാകുന്ന കോമ്പൗണ്ട് കണ്ടോ, C ഡബിൾ ബോണ്ട്, ഇവിടുത്തെ O പോയി, ഇവിടുത്തെ H2ഉം പോയി. സോ C ഡബിൾ ബോണ്ട് നേരെ NOH, RCH ഡബിൾ ബോണ്ട് NOH, ഇവിടുത്തെ ഒരു Oയും H2ഉം പോയിട്ട് നേരെ N കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് നമ്മൾ ആൽഡോക്സൈം എന്നാണ് പറയുക. ആൽഡിഹൈഡിൻ്റെ ഓക്സൈമാണ് ആൽഡോക്സൈം. ഓക്കെ, സോ ആൽഡിഹൈഡും ഹൈഡ്രോക്സിലമീനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് C ഡബിൾ ബോണ്ട് N ഉണ്ടാകും. അതാണ് ആൽഡോക്സൈം. ഇതേപോലെ നമുക്ക് കീറ്റോൺ വെച്ചിട്ടും ചെയ്യാം. കീറ്റോൺ നമ്മൾ ജനറൽ ഫോർമുല എഴുതുക R C ഡബിൾ ബോണ്ട് O. ഇവിടെയും നമുക്ക് NH2OH ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം H2O പോകും, C ഡബിൾ ബോണ്ട് NOH. ദിസ് ഇസ് കീറ്റോക്സൈം. വേറെ ഒന്നിനും മാറ്റമില്ല. H2O കളയുക, C ഡബിൾ ബോണ്ടിലേക്ക് നേരെ N കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുക, കീറ്റോക്സൈം. ഓക്കെ, ഇവിടെയും നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, C ഡബിൾ ബോണ്ട് N ഉണ്ട്. സോ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സം പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സിസ് ട്രാൻസ് എന്നല്ല പറയുക, സിൻ ആൻറ്റി എന്നാണ് പറയുക. സിൻ ഇസ് ദ ഇക്വലൻറ്റ് ടു സിസ്, ആൻറ്റി ഇസ് ഇക്വലൻറ്റ് ടു ട്രാൻസ്. ആൻറ്റി ഓപ്പോസിറ്റ്, ഓക്കെ, ട്രാൻസ്. ഓക്കെ, ഇപ്പം നമുക്ക് സിൻ ആൽഡോക്സൈം ഇതാണ്. നമ്മളിവിടെ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ്റെ അതേ സൈഡിൽ, ഓക്സിജൻ്റെ അതേ സൈഡിൽ ഹൈഡ്രജൻ, OHൻ്റെ അതേ സൈഡിൽ ഹൈഡ്രജൻ വന്നാൽ അത് സിൻ. സെയിം സൈഡിൽ Hഉം OHഉം സെയിം സൈഡിൽ വന്നാൽ അത് സിൻ. Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അത് ആൻറ്റി. ഓക്കെ, അപ്പോൾ സിൻ ആൽഡോക്സൈമിൽ Hഉം OHഉം ഒരേ സൈഡിലായിരിക്കും. ആൻറ്റി ആൽഡോക്സൈമിൽ Hഉം OHഉം ഓപ്പോസിറ്റ് സൈഡുകളിലായിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് കീറ്റോക്സൈം പറയാൻ പറ്റുമോ? കീറ്റോക്സൈമിൽ H ഇല്ല, OH ഉണ്ട്, പക്ഷേ H ഇല്ല. അപ്പോൾ നമുക്ക് സിൻ ആൻഡ് കീറ്റോക്സൈമിൽ പറയുമ്പോൾ വേറൊരു രീതിയിലാണ് നമ്മൾ പറയുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. കണ്ടോ, ഈ ഒരു കീറ്റോക്സൈം നോക്കിക്ക്. കാർബണിലൊരു മീതാൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു C2H5 ഗ്രൂപ്പ്. C2H5 ഗ്രൂപ്പ് ഈതാൽ ഗ്രൂപ്പ്. ഓക്കെ, ഒരു മീതാൽ ഗ്രൂപ്പ് ഉണ്ട്, ഈതാൽ ഗ്രൂപ്പ് ഉണ്ട്, എന്നിലൊരു OH ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ നമ്മൾ ഈ കോമ്പൗണ്ടിനെ പറയുമെന്ന് പറഞ്ഞാൽ, നമ്മൾ സിൻ ആണ് എഴുതി തുടങ്ങാൻ പോകുന്നതെങ്കിൽ, സിൻ ആണെങ്കിൽ നമ്മളൊന്ന് ചെയ്യേണ്ടത് OHൻ്റെ സെയിം സൈഡിൽ ആരാ നിൽക്കുന്നതെന്ന് നോക്കുക, മീതാൽ ഗ്രൂപ്പ്. ഓക്കെ, സോ സിൻ മീതാൽ ഈതാൽ കീറ്റോക്സൈം എന്നാണ് ഇതിൻ്റെ പേര് പറയുക. ഇനിയല്ല നമുക്ക് ആൻറ്റി എന്നാണ് പേര് തുടങ്ങേണ്ടതെന്ന് വിചാരിക്കുക. ആൻറ്റി എന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? OHൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആരാ നിൽക്കുന്നതെന്ന് നോക്കുക, ഈതാൽ ഗ്രൂപ്പ്. സോ ആൻറ്റി ഈതാൽ മീതാൽ കീറ്റോക്സൈം. ഓക്കെ, സോ കീറ്റോക്സൈം നമുക്ക് രണ്ട് രീതിയിലും നെയിം ചെയ്യാം. സിന്നും പറഞ്ഞും നെയിം ചെയ്യാം, ആൻറ്റിന്നും പറഞ്ഞും നെയിം ചെയ്യാം. സിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? OHൻ്റെ സെയിം ഡയറക്ഷനിൽ കിടക്കുന്ന ഗ്രൂപ്പിൻ്റെ പേരായിരിക്കണം സിൻ കഴിഞ്ഞിട്ട് എഴുതേണ്ടത്. ആൻറ്റി എന്നാണ് തുടങ്ങുന്നതെങ്കിൽ OHന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഗ്രൂപ്പിൻ്റെ പേരായിരിക്കണം ആൻറ്റി എന്നുള്ള വേർഡ് കഴിഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീറ്റോക്സൈംസ് നെയിം ചെയ്യുന്നത്. സോ ഇതാണ് ആൽഡോക്സൈം കീറ്റോക്സൈംസിലെ ജോമെട്രിക്കൽ ഐസോമർസം എന്ന് പറഞ്ഞാൽ സിൻ ആൻഡ് ആൻറ്റി ഐസോമർസമാണ്. അവിടെ സിൻ ആൻറ്റി അതാണ് ഓക്സൈംസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ E ആൻഡ് Z നോമൻക്ലേച്ചർ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.